ഹായ് നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇന്ന് ഒരുപാട് വീഡിയോസൊന്നും ചിലപ്പോഴേ കാണുള്ളൂ കേട്ടോ. കാര്യം ഞാനും കണ്ണനും തന്നെയുള്ളൂ ഇവിടെ. അതുകൊണ്ട് ഇപ്പോൾ എല്ലാവരും ഉണ്ട്. ഇച്ചിരി കഴിയുമ്പോഴത്തേക്ക് ഞാനും കണ്ണനും തന്നെയുള്ളൂ. കണ്ണൻ ട്യൂഷന് പോയിട്ട് ക്ലാസ് ഇല്ല കണ്ണന്. ഇപ്പോൾ രാവിലെ തന്നെ എല്ലാവർക്കും ചായ എടുക്കാൻ തുടങ്ങുകയാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, പാൽ ഇരിപ്പുണ്ടെങ്കിൽ ചായ എടുക്കും, ഇല്ലെങ്കിൽ കട്ടൻ കാപ്പിയാണ് എടുക്കാറുള്ളത്. അപ്പോൾ ചായയൊക്കെ എടുക്കട്ടെ. എല്ലാവരും ഒക്കെ എണീറ്റ് ഇനി എല്ലാവർക്കും ചായയൊക്കെ എടുക്കട്ടെ. ഇന്നലെ ദോശ ആയതുകൊണ്ട് ഇന്ന് ഇഡ്ഡലി ആക്കാമെന്ന് വിചാരിച്ചതായിരുന്നു. അന്നേരം ഇന്നലത്തെ തീയലുണ്ട്, അപ്പം ദോശ മതി, ഇഡ്ഡലി വേണ്ടാന്ന് പറഞ്ഞു. തീയലും ദോശയും. തീയലൊക്കെ ചൂടായി. തീയലും ദോശയും നല്ല ടേസ്റ്റാട്ടോ, ഞാനും കഴിക്കുമായിരുന്നു. ഇത് അച്ചുവിനുള്ള മീൻ പറക്കണം. അത് പിന്നെ ഇതൊന്നും അതിന് ഇഷ്ടപ്പെടുകയുള്ളൂ. ഇതൊന്നും അവൾക്ക് ഇഷ്ടപ്പെടുകയായിരുന്നപ്പോൾ അവൾ എന്നെ ഒരു നോട്ടം. അവൾക്ക് ചപ്പാത്തി വേണോ നിർബന്ധമൊന്നുമില്ല, അടയും മീൻ വറുത്തതും. സ്കൂളിലും അതല്ലേ? ആണോ? ദൈവമേ, അപ്പോൾ ഉച്ച മുതൽ രണ്ടെണ്ണത്തിനെ ഞാൻ സഹിക്കണമല്ലോ. ഇവിടെ എങ്ങാനും ആവശ്യത്തെ വിഷയമുണ്ട്, അടിച്ച് ഞാൻ തൊടയിലെ തൊലി എടുക്കുന്നേക്കും. ആ, അത് നീ മേടിക്കാനാ. കണ്ണ വന്നു കഴിയുമ്പോൾ, ട്യൂഷൻ കഴിഞ്ഞ് വന്നു കഴിയുമ്പോൾ ഒരുപാട് ജോലിയൊക്കെ പ്ലാൻ ചെയ്ത് തന്നെ ഒന്നും നടന്നില്ല. എല്ലാം അങ്ങ് മടി പിടിച്ച് ഞാനും ഇരുന്ന് അവനും ഇരുന്ന്. അത് കഴിഞ്ഞ് ഉച്ചയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കാണ് കണ്ണൻ്റെ യൂണിഫോം ഒക്കെ കഴിയില്ലല്ലോ എന്നും പറഞ്ഞ് കഴുകാനായിട്ട് കയറിപ്പോയത്. അപ്പോൾ അച്ചും കൂടെ കയറിപ്പോയിട്ട് അച്ചുവാണ് ഈ വീഡിയോ ഒക്കെ എടുക്കുന്നത്. അവിടെ നിന്ന് അവൻ തുണി കഴുകുന്നതിന് അവനെ ഓരോന്നെല്ലാം പറഞ്ഞ് കളിയാക്കി ഒക്കെ ആയിട്ട് നിൽക്കുകയാണേ. അപ്പം ഞാൻ കുളിയെല്ലാം കഴിഞ്ഞു. ഇനി മുറ്റത്തോട്ടൊന്ന് ഇറങ്ങണം, ചെടിയെല്ലാം ഒന്നും കൂടെ നോക്കുകയൊക്കെ ചെയ്യണം. അങ്ങനെ കുറേശ്ശെ ഓരോ സൈഡിൽ നിന്നെല്ലാം റെഡിയാക്കി വരുന്നതേ ഉള്ളൂ. എന്തായാലും കണ്ണിമാങ്ങ പൊഴിഞ്ഞു പോയെന്ന് തോന്നുന്നു കേട്ടോ. അവിടെ ഒരു കണ്ണിമാങ്ങ കിടപ്പുണ്ടായിരുന്നു, പൊഴിഞ്ഞു പോയി. മഴയാണെ അങ്ങനെ പൊഴിയും, വെയിലാണെ അങ്ങനെ പൊഴിയും. എടി, നീയാണോ അവിടെ ഇരുന്ന വളം എടുത്ത് കളഞ്ഞത്? ഈ സൈഡിലൊരു കവറിനകത്തായിരുന്നിരുന്നു. അവിടെ ഇരുന്നെല്ലാം വൃത്തിയാക്കിയെന്നോട് ഒരു ദിവസം പറഞ്ഞായിരുന്നല്ലോ. അമ്മ നോക്കിയാൽ മിറ്റമൊക്കെ നല്ല അടിപൊളിയാക്കിയെന്ന് തന്നെ ഉണ്ടോ. ആ കാട് കൂടെ അങ്ങ് പറിച്ചു തൂക്ക്. ഒരുമാതിരി ഈ ചകിരിച്ചോറ് മാതിരി, കുറേ പൊടി മാതിരി ഒരു സ്മെല്ലുണ്ടായിരുന്നു ഇതിന്. അത് ചെടിക്കൊക്കെ ഇടാൻ മേടിച്ച വളമായിരുന്നു. കൊടുത്തോ? കൊടുക്കാൻ തുടങ്ങുമായിരുന്നു. ആ ചെടി അങ്ങ് പോയി ഒരുമാതിരി. ആണോ? ഞാൻ പിന്നെ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ ആ വശം കാണുകയല്ലോ. ഉണ്ടോ ഒരുമാതിരി അസുഖം പിടിച്ച മാതിരി ഇരിക്കുന്നതിന്. ഐശ്വര്യം ശരിയാക്കി തരും കേട്ടോ. തൂക്ക് സമയം പോകുന്നു. കണ്ണൻ തുണി എഴുതാൻ തുടങ്ങിയതേ ഉള്ളോ?
നീ അല്ലേ അന്നേരം പോയി വീഡിയോ എടുത്തോ? കഴിവ് വരി ഉരച്ചോണ്ടിരിക്കുകയല്ല, കുറ്റം പറയുന്നു. എനിക്ക് നടക്കുകയൊക്കെ ചെയ്യുമ്പം കാലിന് ചെറിയൊരു വേദനയുണ്ട് കേട്ടോ. കാല് ശരിക്കും അങ്ങോട്ട് കുത്തി അങ്ങോട്ട് നടക്കാറങ്ങോട്ടായിട്ടില്ല. അപ്പം ഞാൻ വെളിയിൽ പ്ലാവെ പിന്നെയും മുഞ്ഞയൊക്കെ വന്ന് കയറി. ഇന്നലെ കുറച്ച് DDT ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ചോണിലല്ല അതിൽ നിന്ന് പോയി. അപ്പോൾ ആ മുഞ്ഞ കയറിയേക്കുന്നതിന് ഇച്ചിരി മരുന്ന് അടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അതിൽ ഇച്ചിരി നീറിനെ ഇനി കയറ്റി വിടാമെങ്കിൽ അങ്ങ് നീറ് കയറി പൊക്കോളും കേട്ടോ. ഈ ചോണിലുള്ള സമയത്ത് നീറിനെ കൊണ്ട് വിട്ടാൽ അത് നീറ് ഇരിക്കുകയില്ല. അപ്പോൾ നമ്മുടെ തൊട്ടപ്പുറത്തുള്ള സുചേച്ചിലൊക്കെ വീട്ടിൽ ഇഷ്ടം പോലെ നീറാണ്. നീറ് കൂടെ ഉള്ളു അവിടെ ചേച്ചിയാണെങ്കിൽ അത് പറിച്ച് ഞാൻ പറഞ്ഞു, ചേച്ചി നീറിനെ കളയുമ്പോഴെല്ലാം എന്നെ ഒന്ന് മനസ്സിൽ വിചാരിച്ചേക്കണമെന്ന് പറയും. കാര്യം എന്നതിനെന്ന് വെച്ചാൽ അതുകൊണ്ട് നീ ഇങ്ങോട്ട് ഒത്തിരിയും പ്രാവശ്യം കൊണ്ടുവന്ന് വിട്ടു, പക്ഷെ കുറച്ച് നേരമൊക്കെ നിൽക്കും, പിന്നെ അതെങ്ങനെയാണെന്ന് എനിക്ക് അവർ ചോണിൽ കയറി പോകും. ഈ പ്രാവശ്യം ഒന്നും കൂടെ ശ്രമിച്ചേക്കും. ഈ മുഞ്ഞ കയറിയുള്ള കുഴപ്പമെന്ന് വെച്ചാൽ പ്ലാവിൻ്റെ കമ്പ് ശരിക്കും ഉണങ്ങിപ്പോവും, ചുവടെ ഉണങ്ങിപ്പോവും ചിലപ്പോൾ. ഇതൊന്നാമത് കുഞ്ഞി ബഡ് സൈസ് പ്ലാവായതുകൊണ്ട് പെട്ടെന്ന് അങ്ങോട്ട് വലുതാകത്തില്ലല്ലോ. നമ്മുടെ നാടപ്ലാവിലൊന്നും ഇതിങ്ങനത്തെ ഇല്ല, ഈ ബഡ് അങ്ങനെയൊക്കെ ഉള്ളതിലൊക്കെയാണ് കൂടുതൽ ശല്യം. അപ്പോൾ ഞാൻ അതിനെല്ലാം ഇച്ചിരി മരുന്നൊക്കെ ഒഴിച്ചേച്ച് ഇച്ചിരി നീറിനെയൊക്കെ കിട്ടുമെന്നൊക്കെ അവിടെ ചേച്ചി അവിടെ അങ്ങനെ നിൽപ്പുണ്ടെങ്കിൽ ചോദിക്കാൻ നിർത്തുണ്ടെങ്കിൽ നിൽക്കുകയാണ്. പിന്നെ തുളസിയില ഇലയെല്ലാം കൂടെ പൂവ്, കുറേ പൂവുണ്ട്, പൂവൊക്കെ പറിച്ച് എല്ലാം ബാജനല്ലാത്ത ഈ ഇത്രയും ഉണ്ടല്ലോ ഈ വള്ളം പോലൊക്കെ ഇരിക്കുന്നേ, അത്ര സംഭവം മേടിക്കാന്ന് പറഞ്ഞിട്ട് ഈ സിമെന്റിന്റെ. അന്നേരം ഇതിനകത്ത് എല്ലാം ചത്തുപോയെന്നേ. ഇത്രയേ ഉള്ളൂ. തന്നെ തിന്നതാണോ ഇനി വല്ലതും പിടിച്ചോണ്ട് പോകണത്ര. ഇപ്പം ഞാൻ വല ഇട്ടു ഇതിന്റെ പുറത്ത്, കുറച്ചേ ഉള്ളൂ. ഇപ്പം ഒത്തിരി എണ്ണം ഉണ്ടായിരുന്നായിരുന്നു. ഞാനിപ്പോ ഒരു ചട്ടയ്ക്കകത്ത് വെച്ചേക്കുന്നത്, അതിങ്ങനെ പച്ചയായിട്ട് ഇപ്പൊ ഉണ്ട്. പിന്നെ ആവിയാണേ. എവിടെ മുറിഞ്ഞ ആ കാലല്ലെന്ന് ഇപ്പുറത്തെ ആ ചെരുപ്പൊക്കെ ഊരിയിട്ട്. എവിടെ എന്റെ ദൈവമേ, അത് മുഞ്ചിട്ടില്ല പോട്ടു അല്ലേ? മുച്ചല്ലെന്ന് പറഞ്ഞു കേട്ടോ, മുച്ചല്ലെന്ന്, മുറിഞ്ഞിട്ടില്ലെന്ന് തോന്നും പറച്ചില്ല കേട്ടാല്. ആ കൊച്ചിനെ നീ വയ്യാക്കി പിടിക്ക്. പാവം. പുത്തൻ ചെരുപ്പോ ഇഷ്ടപ്പെട്ടില്ല? ആണോ? എനിക്ക് വയ്യ. കണ്ണൻചേട്ടൻ തുണി കഴുകുന്നു. എനിക്കും പൈസക്ക് നീ ഇതുവഴി വരുന്നുണ്ടെങ്കിൽ ഞാൻ വെട്ടുകയൊക്കെ ഉണ്ടാക്കി വെച്ചായിരുന്നു. അല്ലേ, നമുക്ക് ഭയങ്കര ഇഷ്ടം. വേറെ എന്നെ ഉണ്ടാക്കാൻ, വേറെ എന്നെ ഉണ്ടാക്കണ്ട. വേറെ ഇവള് കൊറേ നേരം വെട്ടുകയൊക്കെ ഉണ്ടാക്കി താന്ന് പറഞ്ഞ നടക്കാം. കൊള്ളാമില്ല. സൂപ്പറാണോ? കപ്പയ്ക്ക് ഉണ്ടായിരുന്നു കറി. അത് കിട്ടിയിട്ട് നന്ദേട്ടാ ദേ കാലിഞ്ഞുണ്ടെന്നുണ്ട് കേട്ടോ, ചെരുപ്പിടാൻ നടന്നിട്ടാ. അവനെ അവിടെ ചെന്നപ്പോഴത്തെ വീട്ടിൽ ചെല്ലുമ്പോൾ ഇനി കാല് വയ്യാന്ന് പറഞ്ഞ അമ്മ എടുക്കുകയല്ലോ എന്ന്. അവനോടനെ ഞൊണ്ടി ഇവിടെ വന്ന് വെച്ചാൽ എടുക്കാന്ന്. കള്ളാ. ആ ചേച്ചിയെ കൊണ്ടുപോക്കോ നിന്നെ എടുത്തോണ്ട് കിടക്കാനായിട്ട്. ആ എനിക്ക് വയ്യ. ഗീതാമ്മ വന്നോ? അർച്ചന ഇന്ന് പൊങ്കാല ഇടാൻ പോയിട്ടുണ്ടായിരുന്നല്ലോ.
ആവൂ ശരിയാണല്ലോ. വയ്യ അല്ലേ? എനിക്ക് വയ്യ ചിരിക്കാൻ. ആയിക്കോളും. നാളെ ഞാനിങ്ങനെ ഇതിൽ കണ്ടതാ. അല്ല പിന്നെ ഒത്തിരി നാളെ കൃഷിഭവനിൽ ഇത് കണ്ടോ, ബീട്രൂട്ടിന്റെ ഉണ്ട്. അത് ഞാൻ അരി മേടിച്ച് പാകിയത്. അതുകൊണ്ട് ഈ ഇല കണ്ടോ. ക്യാരറ്റ് പെട്ടെന്ന് കിളുക്കും. അത് ഈ മൂത്രത്തിക്കല്ലിനുള്ള മരുന്നാണെന്ന് പണ്ട്. തക്കാളിക്കാണോ തോരൻ വെക്കാൻ? നല്ല ടേസ്റ്റ്. ഇത് ചുമ്മാ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞായിട്ട് അരിയണം. ഇത് നമ്മുടെ നാടൻ തക്കാളി പഴുക്കും. ഞാൻ കഴിഞ്ഞ ദിവസം തീയിൽ വെച്ച് 2 എണ്ണം പറിച്ചു. എനിക്കും ഞങ്ങളുടെ അവിടെ ചെയ്യണമെന്നുണ്ട്. പക്ഷെ ഇച്ചിരി കുഴിക്കുമ്പോഴത്തേനും മൊത്തം കല്ലാണ്. അതാ ഇത് കണ്ടത് ചൂടും പറഞ്ഞു കിടന്നതിൻ്റെ തക്കാളിക്ക് എല്ലാം പോയായിരുന്നു. കണ്ണം തുണി ഇടുന്നതിൻ്റെ വെള്ളം വീഴുന്നത്. തുണി ഇടാനായിരിക്കും. പുതിനയില ഉണ്ടോ ഇവിടെ? വേണോ? വേണ്ട. നാരങ്ങക്കകത്ത് നല്ലത്. ഉപ്പൻ രാവിലെ കഴിക്കുന്ന കേട്ടോ. നാരങ്ങയുടെ തൊണ്ടിട്ടിട്ടാ. നാരങ്ങ 4 മുറിച്ച് വെച്ച്. മിന്റല്ലേ മിന്റ് കാടാ മണിയമ്മ. അതറിഞ്ഞ അടുത്ത ജന്മത്തി മണിയമ്മയുടെ ധന്യ കമന്റ് ഇട്ടേക്കുന്നത് നീ കണ്ടായിരുന്നോ? ഒരു നാത്തൂനേ ഉള്ളോന്ന്. നേരെ എന്നിട്ട് മണിയമ്മ അവിടെയാന്ന്. എൻ്റെ അമ്മയാ മണിയമ്മേന്ന്. അവളെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഓട്ടമല്ലേ, അങ്ങോട്ട് ഒരിടത്ത് നിൽക്കുന്ന പോലും ഇല്ലല്ലോ. ഇത് കണ്ടോ, ഇതിൻ്റെ ഇത് കണ്ടോ, എന്നാ പെരിഞ്ചീരകത്തിൻ്റെ കണ്ടോ. ഇത് കണ്ട കുഞ്ഞു കുഞ്ഞു ഇല പോലെ ഇങ്ങനെ ഒരു ഇത് വന്നിരിക്കുന്നുണ്ട്. പെരിഞ്ചീരകത്തിൻ്റെ അരിയിട്ട് കളിപ്പിച്ചോ. ഒരെണ്ണം ചെരിഞ്ഞ് കിടക്കുന്നു. കമ്പൊക്കെ കുത്തി സെറ്റാക്കണം. അങ്ങനെ വരുന്നത്. പക്ഷെ നമ്പർ കിട്ടാൻ നിൽക്കുമ്പോൾ പിന്നെ ഈ വണ്ടി നമ്പർ വന്നെല്ലാം നെറ്റ് ഏതാണ്ട് പ്രശ്നമാണെന്ന് പറഞ്ഞത്. അതൊക്കെ സെറ്റായി വന്നു കഴിയുമ്പോഴത്തേക്ക് മറ്റേ നമ്പറൊക്കെ സെറ്റ് ആകുമ്പോഴത്തേക്ക് പിന്നെയും താമസിക്കും. ഇപ്പോഴെങ്കിലും വണ്ടി കിട്ടുകയല്ലോ അന്നേരം. എനിക്ക് കണ്ണിമാങ്ങയുടെ മണം ഭയങ്കര ഇഷ്ടം. ചുമ്മാ പറിച്ചെടുത്തോണ്ട് പോയാൽ മതി. എങ്ങനെ പോനെ വേണേ പോയെന്ന് പോയോ കയറി നന്ദേട്ടോ. വാക്കത്തിനൊരു പേടിയാണോ? യോ നന്ദേട്ടോ വാക്കത്തി ചോദിച്ചടാ. യോ യോ അതിന്റെ തുമ്പത്തി ഔട്ടല്ലേ എൻ്റെ ദൈവമേ, വീടല്ലേ. പാവം കൊച്ച്. നന്ദൻ പാവം അല്ലേ മോനെ? ആണോ? അമ്മ ഒരു സൈക്കോയാണ്. പിന്നല്ല. ആണോ നന്ദേട്ടാ? വാക്കത്തി എടുത്താ വെട്ടുവോടാ? വേണ്ടാന്ന്. ഈ നമ്പർ പ്ലേറ്റ് ഒക്കെ ഇവൻ പിടിച്ച് ഒളിച്ചു വെച്ചേക്കുവാണ്. അത് പിടിച്ച് അമർത്തി വെച്ച് കൊടുക്കുന്നു. ഞാൻ വരുന്നില്ല. ഇതേ കയറി കഴിയപ്പോ ഞാൻ വരുന്നില്ല. ചക്കി താഴെയാണോ? ബായ്. ഇല്ലേ കുളിക്ക് ഡി. നിന്നെ ഞാനൊരു ജോലി ഏൽപ്പിച്ചാണ്. ആരേലും വന്നു കഴിയുമ്പോൾ ചൂലിട്ട് അവളകത്ത് കയറിപ്പോ. ഞാനാ തൂക്കുന്നെങ്കിൽ തൂത്ത് തീർത്തേച്ചേ കയറുള്ളൂ. ഇതാണ് ഇവിടുത്തെ പണി തീരെയല്ലാത്ത. മനസ്സിലായോ? ഞാൻ ആര് വന്നാലും അവരോട് വർത്താനവും പറയും. ഒരു സൈഡിൽ കൂടെ എൻ്റെ ജോലിയും നടക്കും. കണ്ടോ കൊട. ഇതാണ് ശ്രദ്ധയില്ലായ്മേ. ഇത് 6 കൊടയാ? ഇത് പിടിയൊക്കെ പൊട്ടിയില്ലോ. നിൻ്റെ ആണോ? പോയി കുളിച്ചിട്ട് വേടാ. ഇപ്പം അച്ഛൻ വരും. എന്നെയല്ലേ നമുക്ക് ഉണ്ടാക്കാം. വീട്ടിൽ കേക്ക് ഉണ്ടാക്കിയുള്ളൂ. ഒത്തിരി നാളായി കേക്ക് ഉണ്ടാക്കിയിട്ട്. ഒത്തിരി നാളായി കേക്ക് ഉണ്ടാക്കിയിട്ട്. ഞാൻ അന്നകത്തോട്ട് കയറിപ്പോ. വേണ്ട കിടക്കുന്നു. എടുത്ത് മടക്കി വെക്കും കൊച്ചി. അതൊക്കെ ഞാൻ സുധ ചേച്ചിനെ നോക്കിയായിരുന്നു. ചേച്ചി അവിടെ ഇല്ലേ?
വേഗം തൂക്കും, ഒരു ജോലിക്ക് ഇറങ്ങിയാൽ പെട്ടെന്ന് തീർത്തേച്ച് കയറും. അപ്പുറത്തെ വീട്ടിലെ ചേച്ചി കണ്ടപ്പം ചേച്ചി എനിക്ക് കുറേ നീറിൻ്റെ ഒരു കൂടൊക്കെ തന്നു. അധികം കൊണ്ടുവന്ന് പ്ലാവിൻ്റെ കമ്പ് വെച്ചിട്ടുണ്ടേ. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ടിരുന്നത്. പ്രത്യേകിച്ച് ഒന്നുമില്ലെന്ന് ഇന്നത്തെ വീഡിയോ. കാര്യം പ്രത്യേകിച്ച് ഒരു വീഡിയോ എടുക്കാണ്ടൊന്നുമില്ലായിരുന്നു. ദീപാവലി വന്നുകൊണ്ട് അത്രയും ഒരു ഓളം പോലെ വീഡിയോ വന്നതേ ഉള്ളൂ. അല്ലാതെ പ്രത്യേകിച്ച് വീഡിയോ ഒന്നും ഇല്ലായിരുന്നു. ആകെപ്പാടെ മടി പിടിച്ചൊരു വല്ലാത്തൊരു ദിവസമായിരുന്നു ഇന്നേ. അപ്പം ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ അവസാനിപ്പിക്കുന്ന സമയമായിട്ടുണ്ട്. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ.